വിശേഷിപ്പിക്കപ്പെടുന്ന യുവനേതാവ് PC വിഷ്ണുനാഥ് ഇതാ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. 48-കാരനായ PC വിഷ്ണുനാഥ് 2002-ൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ PC വിഷ്ണുനാഥിൻ്റെ രാഷ്ട്രീയ ജീവിതം വലിയ ഉയർച്ചകളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 2006-ലും 2011-ലും ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭാംഗമായി. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PC വിഷ്ണുനാഥ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും സമരമുഖങ്ങളിലെ കരുത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥാണ്. 48-കാരനായിട്ടുള്ള PC വിഷ്ണുനാഥാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2002-ൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 2006-ലും 2011-ലും ചെങ്ങന്നൂരിൽ നിന്നുള്ള നിയമസഭാംഗമായി. 2010-ൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. 2014-ൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. 2017-ൽ AICC സെക്രട്ടറിയായി. 2020-ൽ KPCC വർക്കിംഗ് പ്രസിഡന്റായി. KPCC വർക്കിംഗ് പ്രസിഡന്റായിരിക്കെ മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് PC വിഷ്ണുനാഥ്. 2021-ലും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും കുണ്ടറയിൽ നിന്ന് ജയം നേടിയ PC വിഷ്ണുനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഗവർണറിൽ നിന്ന് അദ്ദേഹം അധികാരത്തിൻ്റെ പൂച്ചെണ്ട് സ്വീകരിക്കുന്നു. I now invite Sri Roji M. John, Minister Designate, to take the oath of office and oath of secrecy. റോജി M. ജോൺ എന്ന 44-കാരൻ 2011-ൽ NSUവിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം. 2014-ൽ NSU ദേശീയ അധ്യക്ഷനായി. 2016-ലും 21-ലും